ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നീ കാപ്പി കുടിച്ചിട്ട് പോയി ആ വിളക്കൊന്ന് കത്തിക്ക്. ഇനി കുഞ്ഞു വന്നിട്ട് കത്തിക്കാൻ നിന്നാ നടക്കില്ല. രേവതി അതും പറഞ്ഞുകൊണ്ട് സാമ്പാർ വെക്കാനായി അരിഞ്ഞു വെച്ച പച്ചക്കറി കുക്കറിലിട്ട് അടുപ്പിലേക്ക് വെച്ചു. തിരിഞ്ഞുന്ന ഓരോ ജോലികളായിട്ട് ചെയ്യുന്ന രേവതിയോട് എല്ലാം ഇങ്ങനെ പറയുന്ന ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു തനു. അല്പസമയത്തിന് ശേഷം എങ്ങനെയൊക്കെയോ കുറച്ച് ധൈര്യം സംഭരിച്ചുകൊണ്ട് അവളെല്ലാവരോട് പറയാനായി തുടങ്ങി. കയ്യിലിരുന്ന കാപ്പി മേശപ്പുറത്തേക്ക് വെച്ച ശേഷം അവൾ അവരുടെ അരികിലേക്ക് ചെന്നു. ചിറ്റേ, അവൾ പതിയെ അവരെ വിളിച്ചു. എന്താ തനു? അവളുടെ പരിങ്ങലും ഭാവമൊക്കെ കണ്ടതും അവർ സംശയത്തോടെ ചോദിച്ചു. അത് എനിക്ക് ചിറ്റയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? അവൾ പറഞ്ഞു കേട്ട് അവർ ആകാംക്ഷയോടെ ചോദിച്ചു. അത് അവൾ പറയാൻ തുടങ്ങിയതും ഫ്രിഡ്ജിന് മുകളിൽ വെച്ചിരുന്ന ചിറ്റയുടെ ഫോൺ ബില്ലടിക്കാൻ തുടങ്ങി. നീ അതെടുത്ത് ആരാണെന്ന് നോക്കിയേ തനു, എൻ്റെ കൈ കൊള്ളില്ല. അവളുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് ചിറ്റ പറഞ്ഞു. അവൾ ഒരു നെടുവീർപ്പോടെ ഫ്രിഡ്ജിന് മുകളിൽ വെച്ചിരുന്ന രേവതിയുടെ ഫോൺ കയ്യിലേക്ക് എടുത്തു. രാഘവ് മാമന് നമ്പരാണല്ലോ ചിറ്റേ, രേവതിയോടായി പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ. അവൾ ഹലോ പറഞ്ഞു. മറുവശം എന്ന് പറഞ്ഞ വാക്കുകൾ കേട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ ഊർ നിലത്തേക്ക് വീണു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മരവിച്ച പോലെ അവൾ ഒരേ നിൽപ്പ് നിന്നുപോയി. തനുമോളെ എന്താ? അവളുടെ അവസ്ഥ കണ്ടെന്ന് രേവതി ഓടി വന്ന് അവൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴും നാവ് അനക്കാൻ പോലും കഴിയാതെ അവൾ അതേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. മോളെ തനു, എന്താ എന്താ എന്റെ മോളെ, എന്താ നീ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്? ആരാ നിന്നെ വിളിച്ച്? എന്താ പറഞ്ഞ്? അവരവളെ പിടിച്ചു വിളിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും അവൾ ബോധം വന്ന പോലെ അവരെ തുറച്ചു നോക്കി. ചിറ്റെ കുഞ്ഞു. അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. എന്താ മോളെ, എന്റെ കുഞ്ഞിനെന്താ പറ്റിയത്? അവൾ പറഞ്ഞു കേട്ട് അവർ എപ്രാളത്തോടെ ചോദിച്ചു. ആ ചിറ്റെ, നമ്മുടെ കുഞ്ഞു, അവൾക്ക് വയ്യത്രേ. അവൾ തലയുറ്റി വീണ് ചിറ്റെ. രാഘവമാമനും സുമതി ആന്റി കൂടെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. നമ്മളോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു ചിറ്റ്. എന്റെ കുഞ്ഞ്. അവൾ കരഞ്ഞുകൊണ്ട് അവരെ ചുറ്റിപ്പിടിച്ചു. ഒന്നുമില്ല മോളെ, നമ്മുടെ കുഞ്ഞിന് ഒന്നും വരൂല. നീ ഇങ്ങനെ കരയില്ലേ? വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. നമ്മുടെ കുഞ്ഞിനെ ഭഗവാൻ കാക്കും. ഈശ്വരൻ അങ്ങനെ നമ്മളെ കൈവിടില്ല. അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും രേവതി കരയുന്നുണ്ടായിരുന്നു. മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് ഓടി. തനു ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും രേവതിയും റെഡിയായി വന്നിരുന്നു. ഏത് ഹോസ്പിറ്റലിലാ മോളെ അവർ കുഞ്ഞിനെയും കൊണ്ട് പോയത്? വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ രേവതി ചോദിച്ചു. അത് സിറ്റി ഹോസ്പിറ്റലാ ചിറ്റേ. ആൾ മറുപടി അറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റ് കടന്നും ഒഴിഞ്ഞു വന്ന ഒരു ഓട്ടോയിലേക്ക് കയറി അവർ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. രാഘവേട്ട, എന്താ എൻ്റെ കുഞ്ഞിന്? ഹോസ്പിറ്റലിൽ എത്തിയതും എൻട്രൻസിലേക്ക് വന്ന രാഘവനോടായി രേവതി ചോദിച്ചു. ഡോക്ടർമാരൊന്നും പറഞ്ഞില്ല രേവതി, നിങ്ങൾ വാ. അയാൾ അവരെയും കൂട്ടി മുകളിലേക്കുള്ള പടികൾ കയറി. അയാൾ പോകുന്ന ICUവിന് നേർക്കാണെന്ന് അറിഞ്ഞതും ഇരുവരുടെയും നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. ചിറ്റേ, നമ്മുടെ കുഞ്ഞു. തനു പേടിയോടെ രേവതിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവരാകെ ഭയന്നു പോയിരുന്നു. തങ്ങളുടെ കുഞ്ഞിന് എന്തോ വലിയൊരു ആപത്ത് സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലായി. തളർച്ചയോടെ നിൽക്കുന്ന അവർ ഇരുവരുടെയും അടുത്തേക്ക് സുമതി ഓടി വന്നു. രേവതി, ഇങ്ങനെ തളർന്നു പോലെ, വാ അങ്ങോട്ട് വന്നിരിക്കേ, മോൾക്ക് ഒന്നും വരില്ല, നിങ്ങൾ വാ. അവർ രേവതിയെയും തനുവിനെയും ആശ്വസിപ്പിച്ചുകൊണ്ട് അടുത്തിടുന്ന ചെയറിലേക്ക് ഇരുത്തി. എന്താ സുമതി ചേച്ചി എൻ്റെ കുഞ്ഞിന് പറ്റിയത്? കസേരയിലേക്ക് ഇരുന്നു രേവതി സുമതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താണ് കാര്യം എനിക്കും അറിയില്ല രേവതി. തൻവി മോള് വേണിമോളുടെ കൂടെ ഇരുന്ന് നോട്ട് എഴുതുകയായിരുന്നു. പെട്ടെന്ന് കുഞ്ഞിനെന്തോ പരവേശം വന്ന പോലെ കുഞ്ഞാകെ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു. വേണി പേടിച്ചെന്നെ വിളിച്ചു. ഞാൻ ഓടി ചെല്ലുമ്പോഴേക്ക് കുഞ്ഞിൻ്റെ ശരീരം മൊത്തം വിയർത്തു തുടങ്ങിയിരുന്നു. ശ്വാസം എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന കണ്ട് ഞാനും വേണിയും കൂടി അവളെ നെഞ്ചു തിരുമ്മി കൊടുത്തു. കുടിക്കാൻ വെള്ളം കൊടുത്തു. ഒരു കവിള് കുടിച്ചിറക്കി. അപ്പോഴേക്കും കുഞ്ഞ് തളർന്നു വീണ് പോയിരുന്നു. ഈശ്വര, എൻ്റെ മോള്, എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തില്ല എൻ്റെ കൃഷ്ണ. രേവതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. തനു ആ നിമിഷങ്ങളിലൊക്കെയും നിശബ്ദയായിരുന്നു. അവളുടെ മനസ്സിലേക്ക് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖങ്ങൾ കടന്നു വന്നു. ഒരിക്കൽ തങ്ങളെ സ്നേഹം കൊണ്ട് മൂടിയിരുന്ന, പിന്നെ വിധിയുടെ വിളയാട്ടത്തിൽ തങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയ തങ്ങളുടെ എല്ലാമായ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകൾ അവളുടെ മനസ്സിലൂടെ മിന്നിമാറി. അതോടൊപ്പം തന്നെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും മുഖവും കടന്നു വന്നു. പതിയെ അവിടെ കുഞ്ഞുവിൻ്റെ മുഖം കടന്നു വന്നതും അവളൊരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. കുഞ്ഞു! അവൾ അലറിക്കൊണ്ട് ICUവിന് നേരെ പാഞ്ഞു. ആ നിമിഷം അവളുടെ മനസ്സിൽ തൻ്റെ കുഞ്ഞു തന്നെ വിട്ടുപോകുമോ എന്ന ഭയം മാത്രമായിരുന്നു. മോളെ നിക്ക്! രേവതി അവളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവളവരെ തള്ളി മാറ്റിക്കൊണ്ട് ICUവിന് നേരെ പാഞ്ഞു. ഡോറ് തള്ളി തുറന്ന് അവൾ അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ 3 പേരും കൂടി വന്ന് അവളെ പിടിച്ചു മാറ്റിയിരുന്നു. തനു മോളെ, എന്താ നീ കാണിക്കുന്നത്? രേവതി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ചിറ്റെ, എൻ്റെ കുഞ്ഞ്, അവൾ എന്നെ വിട്ടു പോവും. അച്ഛനും അമ്മേനെ വിട്ടുപോയതുപോലെ അവൾ എന്നെ വിട്ടുപോകും. അവൾ കരഞ്ഞുകൊണ്ട് അവരെ ചുറ്റിപ്പിടിച്ചു. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? അവൾ എങ്ങോട്ട് പോയെന്ന? അവൾ എങ്ങും പോയില്ല മോളെ.
എന്നും നമ്മുടെ ഒപ്പം തന്നെ കാണും. ആരും കരഞ്ഞുപോയിരുന്നു. അവരുടെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് തനു പൊട്ടിക്കരഞ്ഞു. ആ രണ്ട് പാവങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സുമതിയും രാഘവനും പകച്ചുപോയിരുന്നു. ഡോക്ടറുടെ ക്യാബിൽ ഇരിക്കുമ്പോൾ തനുവിന്റെ ശരീരം ആകെ വിറകൊള്ളുകയായിരുന്നു. ഡോക്ടറുടെ മുഖം കാണും തോറും അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ മനസ്സുരുകി ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്നു. സിമിസ് തനുശ്രീ. യെസ് തനുശ്രീ. തൻവിക്ക് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ ചെറുപ്രായത്തിൽ എപ്പോഴെങ്കിലും തലചുറ്റലോ ബോധക്ഷയമോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഡോക്ടർ, ഇല്ല, ഇതൊരു മോൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടർ പറഞ്ഞു കഴിയും മുന്നേ തന്നെ മറുപടി പറഞ്ഞു. ഓക്കെ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുട്ടി നെഞ്ചുവേദന ഉണ്ടെന്നോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നും മോൾ ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. ഡോക്ടർ വീണ്ടും ചോദിച്ച് അവൾ മറുപടി പറഞ്ഞു. ഒരു നിമിഷം ഡോക്ടർ ഒന്നും മിണ്ടാതെ മൗനമായിരുന്നു. എന്താ ഡോക്ടർ, എന്നിട്ട് കുഞ്ഞിന് പറ്റിയത്? ഡോക്ടറുടെ മുഖഭാവം കണ്ട് തനു ടെൻഷനോടെ ചോദിച്ചു. തനുശ്രീ, താൻ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര നിസ്സാരമായിട്ട് കാണരുത്. ഡോക്ടർ മുഖവരെന്നോണം പറഞ്ഞു നിർത്തിയതും തനുവിൽ വല്ലാത്തൊരു വെപ്രാളം നിറഞ്ഞു. എന്താ ഡോക്ടർ? ആൾ വിറയലോടെ ചോദിച്ചു. അത് തൻവിക്ക് ഒരു ഡേഞ്ചറസ് ഹാർട്ട് ഡിസീസാണ്. തൻവിയുടെ ഹൃദയത്തിന് വലിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. രക്തം പമ്പിയുന്ന ധമനികളുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറയുന്ന കേട്ട് തനുവിന് നിമിഷം ഭൂമി നിശ്ചലമായതുപോലെ തോന്നി. ഡോക്ടർ എന്താ പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ല. ആൾ വിറക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. അതായത് ഹൃദയവാൽവുകൾ ശരിയായി തുറക്കുന്നതിന് അടക്കുന്നതിന് കഴിയാതെ വരുമ്പോൾ ശരീരത്തിലുള്ള ആവശ്യത്തിന്റെ രക്തം പമ്പിയാനുള്ള ഹൃദയത്തിന്റെ കഴിവ് തടസ്സപ്പെടും. ഇതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വൈകൽ മരണം വരെ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഡോക്ടർ പറഞ്ഞു കേട്ട് താൻ ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി. ഡോക്ടർ, എന്റെ കുഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവളെ ആളുടെ നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് നിറകണ്ണുകളോടെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. നാളെങ്കിൽ നാളെ. വൈകുന്നേരം ആ കുട്ടിയുടെ ജീവൻ തന്നെ അത് ആപത്താണ്. ഡോക്ടർ തനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കരച്ചിലടക്കി. എന്നിട്ട് പോലും അവൾ ഇന്നൊരു ഏങ്ങൽ പുറത്തേക്ക് വന്നു. ഏയ് തനുശ്രീ, റിലാക്സ്. അയാൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ, എമർജൻസി കേസ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നേഴ്സ് ഡോക്ടറെ ക്യാബിനിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു. അയാൾ വേഗം എഴുന്നേറ്റ് അവളോട് പറഞ്ഞ ശേഷം പുറത്തേക്ക് നടന്നു. പിന്നെ 1-2 നിമിഷങ്ങൾ കഴിഞ്ഞാണ് തനു ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അവളെ ഡോക്ടർ എന്താ പറഞ്ഞേ? അവളെ കണ്ടത് രേവതി ഓടി വന്നിട്ട് ചോദിച്ചു. ഒരു നിമിഷം തനു രേവതിയെ തന്നെ നോക്കിയിരുന്ന ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ മാറിലേക്ക് വീണു. എന്താ എന്താ മോളെ, എന്താ നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ കരഞ്ഞ് ചിറ്റയെ കൂടി വിഷമിപ്പിക്കാതെ കാര്യം പറയും മോളെ. ആരോടെ ഇരുതോളിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് പേടിയോടെ പറഞ്ഞു. ചിറ്റേ, നമ്മുടെ കുഞ്ഞ്, അവൾക്ക് അവളുടെ ഹൃദയത്തിന്റെ വാൽവിന് പ്രശ്നമുണ്ട്. എത്രയും പെട്ടെന്ന് സർജറി വേണമെന്ന് ഡോക്ടർ പറയുന്നു. എനിക്കൊന്നും അറിയില്ല ചിറ്റേ, എനിക്ക് ആ പേടിയാവുന്നു. ആൾ കരഞ്ഞോണ്ട് രേവതിയോട് പറഞ്ഞു. ഈശ്വര, ഞാൻ എന്തീ കേൾക്കുന്നത്? എന്റെ കുഞ്ഞിന്റെ ഓപ്പറേഷനോ? ആരും കരഞ്ഞു പോയിരുന്നു. നമ്മളിനി എന്താ ചിറ്റേ ചെയ്യുക? എങ്ങനെയാ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ രക്ഷിക്കുക? ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല ചിറ്റ്. ആൾ രേവതിയുടെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓള് വിഷമിക്കാതെ, നമ്മുടെ കുഞ്ഞിനൊരു ആപത്ത് വരാൻ ഈ ചിറ്റ ജീവനുള്ളപ്പോൾ സമ്മതിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താം. അവർ പറഞ്ഞു. എങ്ങനെയാ ചിറ്റ്, ചെറിയ തുകയൊന്നുമില്ല ഓപ്പറേഷന് വേണ്ടി അടക്കേണ്ടത്. നമ്മൾ കൊണ്ട് എത്രയൊക്കെ കൂട്ടിയാലും കൂടില്ല. ആളുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന നിസ്സഹായത രേവതിയൊന്നും ഉലച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും മോളെ? അറിയില്ല ചിറ്റേ, എനിക്കൊന്നും അറിയില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ആ വരാന്തിലിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് തലയിൽ കൈ താങ്ങി വെച്ചു. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ദീർഘനേരത്തെ ഉറക്കത്തിൽ നിന്ന് ദത്തൻ ഉണരുന്നത്. അവൻ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ കൈയെത്തി ഫോൺ എടുക്കുമ്പോഴേക്കും അത് കട്ടായിരുന്നു. ഫോൺ ബെഡിലേക്ക് ഇട്ട ശേഷം അവൻ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് പതിയെ എഴുന്നേറ്റ് മുന്നിലേക്ക് നോക്കി. മുന്നിലെ വലിയ കണ്ണാടിയിലൂടെ തെളിഞ്ഞു കാണുന്ന അവന്റെ തന്നെ പ്രതിബിംബത്തിലേക്ക് അവനൊരു നിമിഷം നോക്കിയിരുന്നു. പതിയെ അവിടെ തനുവിന്റെ മുഖം കടന്നു വന്നതും നിമിഷ നേരം കൊണ്ട് അവന്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു. മുഖം വലിഞ്ഞു മുറുകി, ഞരമ്പുകൾ പിടഞ്ഞു നിന്നു. അവനിൽ പക ആളി കത്തി. ഇല്ല തനുശ്രീ, വെറുതെ വിടില്ല നിന്നെ ഞാൻ. എന്നിൽ നിന്നൊരു മോചനം നിനക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അവനതിലേക്ക് നോയിക്കൊണ്ട് മനസ്സിൽ മൊഴിഞ്ഞു. ശേഷം വർദ്ധിച്ച പകയോടെ മുന്നിൽ നിന്ന ഫ്ലവർ വേസ് എടുത്ത് ആ കണ്ണാടിയിലേക്ക് വലിച്ചെറിഞ്ഞു. നിമിഷ നേരം കൊണ്ട് അവ തകർന്നിലത്തേക്ക് പതിച്ചതും അതിലെ ഓരോ കണ്ണാടി ചില്ലുകളിലും അവൻ തനുവിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടു. ഇനി അധികം നാൾ നിന്റെ മുഖത്ത് ഈ പുഞ്ചിരി ഉണ്ടാവില്ല തനുശ്രീ. ആ ചില്ല് കഷ്ണങ്ങളിലേക്ക് നോക്കി അവൻ മുരളുമ്പോൾ അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന അഗ്നിക്ക് ആളുടലോടെ കത്തിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. ആ നിമിഷമാണ് അവന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയത്. അവനൊരു സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ, എവിടെയാണോ ഫോനെ? നീ മറുവശത്ത് നിന്ന് കേട്ട വിഷ്ണുവിന്റെ അലർച്ചയിൽ ഒരു നിമിഷം കൊണ്ട് ആ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റിപ്പിടിച്ചു. തന്നെ ചെവി അടിച്ചു പോയി. അവന്റെ തെരുവിളി കേട്ടും ദത്തൻ പതിയെ പിറുവിറുത്തു. എന്താണോ പുല്ലേ?
അവൻ വീണ്ടും ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് വിഷ്ണുവിനോടായി ചോദിച്ചു. നീ എവിടെയാടാ? ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ട്. അവിടെ എന്താ? നത്തി, ഒന്ന് ഫ്രീ ആവണമെന്ന് തോന്നി, അങ്ങനെ ഇങ്ങോട്ട് വന്നാ. അവൻ അലസമായി പറഞ്ഞു. എത്ര കുപ്പി തീർത്തു? ജസ്റ്റ് 1 ബോട്ടിൽ. അവനെ ആ നിസ്സാരഭാവം വിഷ്ണുവിനെ ഒന്ന് ചൊടിപ്പിച്ചു. നിന്നെയൊക്കെ ഉണ്ടല്ലോ. അത് വിട്. നീ വേഗം അവിടെ നിന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ. അവന്റെ നാവിൽ നിന്ന് സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടുന്ന തന്റെ കണ്ണുകൾ കുറുകി. സിറ്റി ഹോസ്പിറ്റലോ? അവിടെ എന്താ? അതൊക്കെ വന്നിട്ട് ഞാൻ പറയാം, നീ വേഗം ഇങ്ങോട്ട് വാ. അവൻ പറഞ്ഞിട്ട് വിഷ്ണു ഫോൺ കട്ട് ചെയ്യുമ്പോഴും ദത്തൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിറ്റേ ICUവിന് മുമ്പിലിട്ടിരുന്ന കസേരയിലിരിക്കാവുന്ന രേവതിന് മുന്നിലേക്ക് വന്നുകൊണ്ട് തന്നെ വിളിച്ചും അവർ മുഖമുയർത്തി അവളെ നോക്കി. ചിറ്റ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എവിടെ പോവാ മോളെ? അവൾ പറഞ്ഞു കേട്ട് അവർ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ഓപ്പറേഷൻ എങ്ങനെ പോലെ ഒരു 10 ലക്ഷം രൂപകളെങ്കിലും ആവും ചിറ്റേ. എന്തെങ്കിലും വഴിയുണ്ടോ നോക്കണം. ഞാൻ കുറച്ച് പണം സിദ്ധാർത്ഥ സാറിനോടും ചോദിച്ചാലെന്ന് ആലോചിക്കുക. സാറിൽ നിന്നും പിടിച്ചാൽ മതിയല്ലോ. അത്രയും പണമൊക്കെ അവർ തരുമോ മോളെ? നീ ഒരു ജന്മം അവിടെ ജോലി ചെയ്താൽ പോലും അത്രയ്ക്കും പണം കൊടുത്തിരിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയായിരിക്കല്ലോ. അവർ പറഞ്ഞു കേട്ട് അവളുടെ മുഖം മങ്ങി. അറിയില്ല ചിറ്റേ, എന്നാലും ചോദിച്ചു നോക്കാം. അത്രയും പണം തന്നില്ലെങ്കിലും കുറച്ച് പണമെങ്കിലും തരാതിരിക്കില്ല. അതേ നല്ലൊരു വ്യക്തിയാ. എന്നാലും മോളെ, അവരവളോട് എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി. നമ്മുടെ മുന്നിൽ അധികം സമയമില്ല ചിറ്റേ. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ്. അവൾ ബാക്കി പറയാൻ കണ്ണുനീരോടെ രേവതിയെ നോക്കി. ഞാൻ പോയിട്ട് വരാൻ ചിറ്റേ. സമയം വൈകുന്തോറും അത് നമ്മുടെ കുഞ്ഞിന് ആപത്താ. അവൾ രേവതിയോട് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ശേഷം മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ നിസ്സഹായായി നിൽക്കാൻ മാത്രമേ ആ നിമിഷം രേവതിക്ക് സാധിച്ചുള്ളൂ. അവളെ തടയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ICUവിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞുവിന്റെ മുഖം ഓർമ്മ വന്നു അവൾ നിസ്സഹായായി പോയി. എന്തായി മോളെ? അതേ എന്തു പറഞ്ഞു? സിദ്ധാർത്ഥിനെ കണ്ട് തിരികെ വന്നു രേവതി തനുവിനോട് ചോദിച്ചു. പകുതി ശരിയായിച്ചിട്ടേ. സിദ്ധാർത്ഥ് സാർ ലോൺ തരാന്ന് പറഞ്ഞു. മാസം ശമ്പളത്തിൽ നിന്ന് പിടിക്കും. അവൾ പറഞ്ഞു. രേവതിക്കും ആശ്വാസം തോന്നി. ഇനിയിപ്പോ പകുതി എങ്ങനെ ഒപ്പിക്കുന്ന? അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ചെയറിലേക്ക് ഇരുന്നു. അത് നമുക്ക് സംഘത്തിൽ നിന്ന് ലോൺ എടുക്കാം. ഞാൻ മാനേജർ സാറിനെ വിളിച്ചിരുന്നു. അദ്ദേഹം എത്രയും പെട്ടെന്ന് ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു. അവൾ സന്തോഷത്തോടെ അവരെ നോക്കി. ഇപ്പോഴാണ് സമാധാനമായത്. അവൾ സമാധാനത്തോടെ പറഞ്ഞുകൊണ്ട് ICUവിന് നേരെ മിഴികൾ പായിച്ചു. ഡോക്ടർ പിന്നെ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടേ? അവൾ ടെൻഷനോടെ രേവതിയോട് ചോദിച്ചു. ഇല്ല മോളെ, പിന്നെ ഡോക്ടറൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞിട്ട് അവളൊരു നെടുവീർപ്പോടെ ICUവിന്റെ വാതിലേക്ക് തന്നെ കണ്ണുകൾ നട്ടിരുന്നു. ഇതേ സമയം ദത്തന്റെ കറുത്ത ഓടി കാറ് ഹോസ്പിറ്റലിന്റെ എൻട്രൻസിലേക്ക് പൊടി പറത്തിക്കൊണ്ട് വന്നു നിന്നു. ഡോർ തുറന്നിറങ്ങിയതും അവൻ കീ സെക്യൂരിറ്റിയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു. അയാളത് വാങ്ങി അവന്റെ കാറിലേക്ക് കയറുമ്പോഴും അവൻ നേരെ മുകളിലേക്കുള്ള പടികൾ കയറിയിരുന്നു. ICUവിലേക്ക് തിരിയുന്ന ഇടനാഴിയുടെ ഒരു സൈഡിലായി നിൽക്കുന്ന വിഷ്ണുവിന്റെ അരികിലേക്ക് അവൻ വേഗത്തിൽ നടന്നിരുന്നു. എന്താടാ, എന്തിനു നീ അത്യാവശ്യമായിട്ട് കാണുന്നു പറഞ്ഞേ? അത് നീ വാ, ദത്തൻ ചോദിച്ചു. വിഷ്ണു അവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ICUവിന് നേർക്ക് നടന്നു. ദേ അങ്ങോട്ട് നോക്കി. ICUവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു. ദത്തന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു. ഇവളെന്താ അവിടെ? അവിടെ നിൽക്കുന്ന തനുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ നെറ്റി വിളിച്ചു. അറിയില്ല, ഞാനും അമ്മയും കൂടി പതിവ് ചെക്കപ്പിന് വന്നപ്പോഴാ കോറിഡോറിലൂടെ നടന്നു പോകുന്ന ഇവളെ കണ്ടത്. അമ്മ കൂടെയുള്ളതുകൊണ്ട് ആ സമയത്ത് അവിടെ പിന്നാലെ ചെല്ലാനോ കാര്യം അന്വേഷിക്കാനോ സാധിച്ചിരുന്നില്ല. അതാണ് ആ സമയം ഞാൻ നിന്നെ ഫോൺ ചെയ്തത്. വിഷ്ണു പറഞ്ഞു കേട്ട് ദത്തനൊന്ന് അമർത്തി മൂളി. എന്നിട്ട് സതിയാൻ്റിയോടെ? അല്പസമയത്ത് നിശബ്ദയ്ക്ക് ശേഷം ദത്തൻ വിഷ്ണുവിനോട് ചോദിച്ചു. ചെക്കപ്പ് കഴിഞ്ഞുകൊണ്ട് അമ്മയെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞിട്ടു. അവൻ പറഞ്ഞുകൊണ്ട് ചുമലിലേക്ക് ചാരിയുന്നു. അത് നന്നായി. അവൻ പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്ത് ആദ്യം നമ്പർ ഡയൽ ചെയ്തു. മനക്കിലെ ദേവദത്തനാണ്. മറുവശത്ത് നിന്ന് കോൾ അറ്റൻഡ് ചെയ്തും അവൻ തന്നെ സ്വയം പരിചയപ്പെടുത്തി. ശേഷം വിഷ്ണുവിന്റെ അരികിൽ നിന്നൊരൽപ്പം മാറിയുന്നുണ്ട് അവൻ അയാളോട് എന്തൊക്കെയോ സംസാരിച്ചു. 5 സെക്കൻഡിനുള്ളിൽ അവൻ തിരികെ വരുമ്പോൾ അവന്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടെന്നുള്ളത് വിഷ്ണു ശ്രദ്ധിച്ചു. എന്താടാ, ആരെ നീ വിളിച്ചത്? അവനടുത്തേക്ക് വന്ന് വിഷ്ണു ചോദിച്ചു. ഞാനിവിടുത്തെ പീഡിയാട്രിക്കിലെ ഡോക്ടർ വിവേകിനെന്ന് വിളിച്ചാ. ദത്തൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്തിന്? വിഷ്ണു സംശയത്തോടെ ചോദിച്ചു. അവള് നിന്നെ അവിടെ വന്നിരിക്കുന്നതെന്ന് അറിയണ്ടേ? അവിടെ ആരാണ് ICUള്ളതെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് വിളിച്ചത്. അതിനെന്തിനു നീ അവനെ വിളിക്കുന്നത്? നമുക്ക് അവളോട് തന്നെ ചോദിച്ചൂടെ? അവളതിന് സത്യം പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? അതിന് വിഷ്ണു മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ല, എന്നിട്ട് വിവേകം പറഞ്ഞു അവളെന്തിനും ഇവിടെ നിൽക്കുന്നതെന്ന് അറിഞ്ഞോ? നീ ദത്തനെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് വിഷ്ണു? ദത്തനൊരു കാര്യം അറിയണമെന്ന് വിചാരിച്ചാ അതറിഞ്ഞിരിക്കും. അവൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ICUവിന് മുമ്പിൽ നിൽക്കുന്ന തനുവിനെ നോക്കി. എന്തിനാ അവൾ ഇവിടെ നിൽക്കുന്നത്? ആരുടെ അവൾ വന്ന്? വിഷ്ണു അവിടേക്ക് നോക്കിക്കൊണ്ട് ദത്തനോടായി ചോദിച്ചു. അവളുടെ അനിയത്തിക്ക് വേണ്ടി. വാട്ട്? യെസ് മാൻ, അവളുടെ അനിയത്തി ഇവിടെ ICUവിൽ കിടക്കുക. ഡോക്ടർ ഡേവിഡ് തരകന്റെ ട്രീറ്റ്മെന്റിൽ. ഒരു ചിരിയോടാവൻ പറഞ്ഞു. വിഷ്ണുവിന്റെ കണ്ണുകൾ ചുരുങ്ങി. ഡോക്ടർ ഡേവിഡ് തരകനോ? അയാൾ നിനക്ക് കാർഡിയോളജിസ്റ്റ് അല്ലേ? അവരെന്തിനാ അയാളെ കാണിക്കുന്നത്? അറിയില്ല, എന്തായാലും കണ്ടുപിടിക്കണം. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടായാലോ? അവനൊരു കണ്ണിറുക്കിക്കൊണ്ട് കൂട്ടമായ പുഞ്ചിരിയോടെ പറഞ്ഞു. വിഷ്ണു അവനെ സംശയത്തോടെ നോക്കി.
ഗുണോ? എന്ത് ഗുണം? അവിടെ അനീതിയോടെ കിടക്കുന്നതുകൊണ്ട് നിനക്കെന്ത് ഗുണം ഉണ്ടാവാനാ? വിഷ്ണു നെറ്റി വിളിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എന്നാലും നീ വാ, നമുക്ക് ഡോക്ടർ ഡേവിഡിനെ കണ്ടിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ ഡേവിഡ് ഡോക്ടറുടെ ക്യാബിലേക്ക് നടക്കുന്നവനെ വിഷ്ണു സംശയത്തോടെ നോക്കി നിന്നു. ഇവനിതിനി എന്തിനുള്ള പുറപ്പെടാൻ്റെ ഭഗവാനെ? വിളിച്ചു പറഞ്ഞ അബദ്ധമായോ? ആ നോക്കാം. അവൻ പോയ വഴിയെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണു അവന്റെ പിന്നാലെ നടന്നു. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ ആം ദത്തൻ, മനക്കൽ ദേവദത്തൻ. ക്യാബിലേക്ക് കയറിയതും സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അവൻ ഡോക്ടറുടെ മുന്നിലേക്ക് ചെന്നു. യാ ഐ നോ മാൻ, മനക്കൽ ദത്തൻ അറിയാത്തായിട്ട് ഈ നാട്ടിൽ ആരാ ഉള്ളത്? ഡോക്ടർ അവൻ നേരെ ഷേക്കാനായി കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. ദത്തനൊരു പുഞ്ചിരിയോടെ ഷേക്കാൻ എടുത്തു. ഇരിക്കും മിസ്റ്റർ ദത്തൻ. ഡോക്ടർ ദത്തനോടായി പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ നോക്കിയിരിക്കാനായി ചെയറിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു. ആരിരുവൻ ചെയറിലേക്ക് ഇരുന്നു ഡോക്ടർ മുന്നോട്ടേക്ക് ആഞ്ഞിരുന്നു. പറയൂ ദത്തൻ, മനക്കലെ ദത്തൻ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ കാര്യം അത്ര നിസ്സാരമായിരിക്കില്ലല്ലോ. പറയൂ, എന്താണ് എന്നെ കൊണ്ടുള്ള ആവശ്യം? ആർക്കെങ്കിലും എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ? ഡോക്ടർ സംശയത്തോടെ ചോദിച്ചു. യെസ് ഡോക്ടർ, ആവശ്യമുണ്ട്. ബട്ട് ആ ട്രീറ്റ്മെന്റിന് വേണ്ടിയല്ല. പിന്നെ? ദത്തൻ പറഞ്ഞിട്ട് ഡോക്ടർ സംശയത്തോടെ ചോദിച്ചു. ICUവിൽ ഡോക്ടർ ട്രീറ്റ്മെന്റിൽ കഴിയുന്ന തൻവി ചന്ദ്രശേഖർ എന്ന പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ട്. ദത്തൻ പറഞ്ഞു കേട്ട് ഡോക്ടർ അവനെ സംശയത്തോടെ ഒന്ന് നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.